ആകെ വിവാദം ഉണ്ടാക്കുന്നതല്ല. ഞാൻ സത്യം പറയുന്നു, ആ സത്യത്തെ മറുതിരിക്കുന്നവർ വിവാദമാക്കുന്നു. അതുകൊണ്ട് ഞാൻ വിവാദം ഉണ്ടാക്കുന്നത് ഞാനല്ല, സത്യത്തെ എതിർക്കുന്ന വിവാദം ഉണ്ടാക്കുന്നു. അതോടൊപ്പം താങ്കൾ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാം. ഞാനത് നന്ദി പറയുന്ന ഒരു കാര്യം പറയാം. ഒരു ക്ഷമാപണം മതിയായിരുന്നു. കാരണം എനിക്ക് ക്ഷമാപണം നടത്താൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ ആത്മാർത്ഥമായിട്ട് പറയും, പിന്നെ ഇങ്ങനെ ക്ഷമാപണം പറയുന്നു. അതാണ് പ്രശ്നം. അതായത് ഈരാറ്റുപേട്ടയിൽ വെച്ചിട്ട് SDPM ഉണ്ടായുള്ള അവിടെ അവർ വന്ന് കൂക്ക് വിളിക്കുകയും അതെ, അത് നന്ദകുമാർ എന്തുകൊണ്ട് കൂക്ക് വിളിച്ചു? SDP എന്ന് പറഞ്ഞ് 2016 എനിക്ക് വേണ്ടി മരിച്ചു നടന്ന പ്രവർത്തകരാണ്. അത്രയേറെ പേഴ്സണൽ ബന്ധം എനിക്ക് അവരോടുണ്ട്. പക്ഷേ അവർ അവിടെ വാദ്യാരുടെ കാര്യം കൈവെട്ടി. ജോസഫ് അയാൾ തൊടുപുഴക്കാരനല്ല, അയാൾ പൂഞ്ഞാറിനിയുള്ളത് തെറനാട് പഞ്ചായത്തിൽ വാരിയാടിക്കാരുകാരനാണ്, വാരിയാനിക്കാട്. ഞാൻ അന്ന് പറഞ്ഞു, നീ ഇടിയും വഴിക്കും നിർത്തണേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിൽ നിന്ന് SDP പോയ ആളെ മുട്ടുകാൽ വെട്ടി പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇത് നടക്കില്ല, ഞങ്ങൾ ബന്ധം വിച്ഛേദിക്കുക. അന്നേരം പറഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മുടെ മഹാരാജ് കോളേജിലെ SFIയുടെ അഭിമന്യു, ആ പയ്യൻ ഒരു പട്ടികജാതിക്കാരൻ്റെ കൊച്ചി ഇറങ്ങനാണ്, മൂന്നാറുകാരൻ. അവനെ ഒരു കാര്യമില്ല കൊന്നു കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബന്ധം വേണ്ടെന്ന്. അല്ലാതെ എനിക്ക് SDP വിരോധമല്ല, അവരുടെ ആ പ്രവർത്തന പരിപാടികളുള്ള തർക്കമാണ് എനിക്ക് അവരുള്ളത്. അല്ല SDP രാഷ്ട്രീയ പോട്ടെന്ന്. പക്ഷെ അതൊരു കംപ്ലീറ്റ് മുസ്ലിംസിനെതിരെയുള്ള ഒരു വികാരമായി മാറുകയും താങ്കൾക്കെതിരെ ഒരു ശക്തമായ ഒരു വികാരം ഉണ്ടാവുകയും താങ്കൾ ഇലക്ഷനിൽ തോൽക്കുകയും ചെയ്തല്ലോ. അതെ, പറയാം. അതാണ് എന്താ പറയുക, ഈ PCOറിനെതിരെ പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിക്കെതിരെയാകുന്നത് എങ്ങനെ? PCOറിനെതിരെയാണ്, മനസ്സിലായില്ലേ? പക്ഷെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ അങ്ങനെ വിശ്വസിപ്പിച്ചു. അതായത് ഈരാറ്റുപേട്ട പഞ്ചായത്തിൽ ഇപ്പം മുനിസിപ്പാലിറ്റിയാണ്, അത് ഞാനാക്കിയതെന്ന് ഓർക്കണം. 90 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മുടക്കിയ ഒരു റോഡ് MLA ഫണ്ട് കൊടുത്തിട്ട് റോഡ് ടാർ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഞാൻ ഉദ്ഘാടനം പോലും നടത്തിയിട്ടില്ല. ആ റോഡിലൂടെ ഞാൻ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോഴാണ് പുറകെ നടന്നിങ്ങനെ കൂയിക്കൊണ്ട് വരിക. പഠിപ്പിച്ചുവിടുന്ന ഞാൻ ഓർത്തത്, കാരണന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറൊന്നും പറയുന്നില്ല, മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ നീ വോട്ട് ചെയ്താൽ മതി, മനസ്സിലായില്ല? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ അവകാശമില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും, മനസ്സിലായോ? എൻ്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്ത, മനസ്സിലായോ? വർത്താനം പറയുന്നു, എന്നെയാ പേടിപ്പിക്കുന്നത്. ഞാൻ ഈരാറ്റുപേട്ട ജനിച്ചു വളർന്നവനാടാ. ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും, മനസ്സിലായോ? നീ എന്താ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ലേ ഞാൻ, ആര് പോയാൽ ഓടുന്നവനല്ലേ ഞാൻ. ഇതിന് മുമ്പ് കൂടിയിട്ടുണ്ട്, മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും, മനസ്സിലാക്കിയോ? പിന്നെ വർത്താനം പറയും, ഓടാവുന്നു. നീ ആരെ പേടിപ്പിക്കാൻ വേണ്ടി വാർത്താനം പറയുന്നു. അപ്പോ നല്ലവരായി നിങ്ങൾ സന്മനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈരാറ്റുപേട്ട ചെയ്യാവുന്ന മുഴുവൻ ചെയ്തെന്ന് ഓർത്തോണം. ഈരാറ്റുപേട്ടയിലെ ബസ് സ്റ്റാൻഡ് KSRTC, ഈരാറ്റുപേട്ട വില്ലേജ് ഓഫീസ് പോലും ഞാൻ ഉണ്ടാക്കി, വില്ലേജ് ഉണ്ടാക്കിയത് ഞാൻ. ട്രഷറി, ഫയർ സ്റ്റേഷൻ, 110 kV സബ് സ്റ്റേഷൻ, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, ഇത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാണ്. അത്ര ഉണ്ടാക്കിയിട്ട് എൻ്റെ വോട്ട് ഇതാണ് ഈരാറ്റുപേട്ട അനുഭവം. പൂഞ്ഞാറിലെ പരാജയത്തിന് കാരണം താങ്കൾ വെട്ടിത്തുറന്ന് പബ്ലിക്കിന്റെ മുന്നിൽ മൈക്ക് ഉപയോഗിച്ച് പറഞ്ഞതാണല്ലോ പ്രശ്നം. താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ തൻ്റെ ഇടം? എവിടെ നിന്നാണ് നന്ദകുമാർ? അത് പറയാതെ ആന്യനായിട്ട് എങ്ങനെ നടക്കുന്നത്? എനിക്ക് എപ്പോഴും ഉള്ളത് പറഞ്ഞിട്ടുള്ള പിന്തുണ മതി, ഇനിയും മതി. ഇനിയാണ് ഞാൻ ഉള്ളത് പറയും, സൗകര്യമുള്ള നോട്ട് ചെയ്താൽ മതി. അല്ലാതെ നീയൊക്കെ പറയുന്നതനുസരിച്ച് തുള്ളിക്കോളാമെന്ന് നോട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമസ്കാരം. 30 വർഷത്തിലധിക കാലം പൂഞ്ഞാറിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലുണ്ടായിരുന്ന PC ജോർജ് ഇപ്പോൾ പൂഞ്ഞാറിലെ തന്നെ ഒരു പറ്റം മതവിഭാഗക്കാരുടെ എതിർപ്പിന് ഇരയായി ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ജനുവരി 6-ാം തീയതി ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് PC ജോർജ് നടത്തിയ ചില പരാമർശങ്ങളാണ് PC ജോർജിനെ ഇപ്പോൾ ജയിലിലേക്ക് പോകുവാനുള്ള വഴിയൊരുക്കിയത്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാവരും തീവ്രവാദികളാണെന്നും അവർ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകണം എന്നുമായിരുന്നു അന്ന് PC ജോർജ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തുറന്നടിച്ചത്. എന്നാൽ താൻ ഒരു മതത്തെയും പൂർണ്ണമായും അങ്ങനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നും ചില പ്രത്യേക മതവിശ്വാസികൾ
അവരിൽ ചില ആളുകളെങ്കിലും തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന ആളുകളാണ്. അത്തരക്കാരെക്കുറിച്ചാണ് താൻ പരാമർശിച്ചത്. തൻ്റെ പരാമർശം യഥാർത്ഥ മതവിശ്വാസികളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ താൻ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്ന് തന്നെയാണ് പി.സി. ജോർജ് പിന്നീട് ഖേദപ്രകടനം നടത്തിയപ്പോൾ പറഞ്ഞത്. എന്നാൽ നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹമായ പൂഞ്ഞാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതാണ്ട് 33 വർഷക്കാലം നിയമസഭയിൽ ഉണ്ടായിരുന്ന പി.സി. ജോർജ് കേരളത്തിലെ ഗർജിക്കുന്ന സിംഹം തന്നെയായിരുന്നു. രാഷ്ട്രീയ എതിരാളികളോടും തൻ്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട തന്നോട് ചേർന്ന് നിൽക്കുന്ന തൻ്റെ രാഷ്ട്രീയ തന്തുബന്ധുക്കളോടുമെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ മറുപടി പറയും. അല്ലെങ്കിൽ മുഖത്തടിച്ചതുപോലെ കാര്യം കാര്യമാണെന്ന് തന്നെ പറയും, സത്യം സത്യമായി പറയും. ആരെയും സുഖിപ്പിക്കുന്ന തരത്തിൽ ഒരു കാരണവശാലും പി.സി. ജോർജ് സംസാരിക്കില്ല. തെറ്റിനെ തെറ്റ് തന്നെ എന്ന് വിശേഷിപ്പിക്കും. തെറ്റ് കണ്ടാൽ തിരുത്തുവാൻ വേണ്ടി ശ്രമിക്കും, മുന്നറിയിപ്പ് നൽകും. അത് ആരായാലും, സ്വന്തം മകനായാലും ഭാര്യയായാലും അമ്മയായാലും അച്ഛനായാലും തൻ്റെ സമീപനം അത് തന്നെ ആയിരിക്കും എന്നാണ് പി.സി. ജോർജ് പറയുന്നത്. തൻ്റെ സ്വന്തം ആളായതിൻ്റെ പേരിൽ തെറ്റിന് താൻ ഒരു കാരണവശാലും ന്യായീകരിക്കില്ല. ഇങ്ങനെ സകലതിനോടും വെട്ടിത്തുറന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ പി.സി. ജോർജിനെ ഒരു പ്രത്യേക മതവിഭാഗം ആളുകൾ ചേർന്ന് റിമാൻഡ് ചെയ്യുവാൻ വേണ്ടിയുള്ള നിയമ നടപടികൾ കൈക്കൊണ്ടതും പി.സി. ജോർജ് ഇപ്പോൾ റിമാൻഡിലായതും. പി.സി. ജോർജിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ നാക്ക് പിഴയല്ല, അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകളാണ് അദ്ദേഹത്തിന് ബന്ധുക്കളെയും ശത്രുക്കളെയും നേടിക്കൊടുക്കുന്നത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. തൻ്റെ ഉറച്ച നിലപാടുകൾ എപ്പോഴും പി.സി. ജോർജ് മുഖം നോക്കാതെ അഥവാ ആരുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾക്കോ മന്ത്രിസ്ഥാനങ്ങൾക്കോ വേണ്ടി താൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നും പി.സി. ജോർജ് പറയുന്നു. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തനിക്ക് മന്ത്രിപദം വെച്ച് നീട്ടിയതാണ്. ഒരു കാരണവശാലും താൻ അത് സ്വീകരിച്ചില്ല. അന്ന് പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ തൻ്റെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി കലാപമുണ്ടാകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ മന്ത്രിപദത്തിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറിയത്. സ്ഥാനമോഹങ്ങൾ തന്നെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന പി.സി. ജോർജ് താൻ ഒരു കാര്യത്തിനു വേണ്ടിയും ആരുടെയും പുറകെ കാല് പിടിച്ച് നടന്നിട്ടില്ല. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി താൻ പ്രയത്നിച്ചിട്ടുണ്ട്. സന്മനസ്സുള്ളവർ തനിക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം പി.സി. ജോർജ് എപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഈ ആർജവം തന്നെയാണ് പി.സി. ജോർജിനെ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട വ്യക്തിത്വത്തിനുടമയാക്കി മാറ്റുന്നത്. പി.സി. ജോർജിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ക്രൈം ഓൺലൈന് പി.സി. ജോർജ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു അഭിമുഖം നൽകുകയുണ്ടായി. ഈ അഭിമുഖം പി.സി. ജോർജിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറെ പ്രസക്തമാണ് എന്ന് തോന്നിയതിനാൽ ആ അഭിമുഖ സംഭാഷണം ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പുനഃസംപ്രേഷണം ചെയ്യുന്നു. ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ ടി.പി. നന്ദകുമാറുമായി പി.സി. ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. പി.സി. ജോർജിൻ്റെ ഏറ്റവും വിവാദം നിറഞ്ഞ ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത്. ക്രൈമിൻ്റെ ഓഫീസിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ക്ഷമയോടെ ഇരുന്ന് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ച് ഞങ്ങളോടൊപ്പം തമാശകൾ പറഞ്ഞ് അദ്ദേഹം തന്ന ഇൻ്റർവ്യൂ ഇന്ന് കേരളത്തിലെ സകലമാന സംഭവങ്ങളുടെയും മറുപടിയാണ്. യഥാർത്ഥ രഹസ്യങ്ങൾ കൃത്യമായി അദ്ദേഹം തുറന്നു പറയുകയാണ് ക്രൈമിനോട്. പൂർണ്ണമായിട്ടുള്ള ഇൻ്റർവ്യൂ ഇപ്പോൾ എല്ലാവരും കേൾക്കേണ്ടതാണ്. എല്ലാ മലയാളികൾക്കും വേണ്ടി ഞങ്ങളത് പുനഃസംപ്രേഷണം ചെയ്യുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹം പി.സി. ജോർജ്, പൂഞ്ഞാർ എം.എൽ.എ. ആയിരുന്ന പി.സി. ജോർജ് ഏത് കാലത്തും സത്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇന്ന് കൂടെയുള്ളത്. നമസ്കാരം. 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 താങ്കൾ കേരളത്തിലെ ഏറ്റവും അധികം വിവാദമുണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. താങ്കൾ വിവാദം ഉണ്ടാക്കുന്നതല്ല, ഞാൻ സത്യം പറയുന്നു, ആ സത്യത്തെ മറുതിരിക്കുന്നവർ വിവാദമാക്കുന്നു. അതുകൊണ്ട് ഞാൻ വിവാദം ഉണ്ടാക്കുന്നത് ഞാനല്ല, സത്യത്തെ എതിർക്കുന്നവർ വിവാദം ഉണ്ടാക്കുന്നു. അതോടൊപ്പം താങ്കൾ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാം. ഞാനത് നന്ദി പറയുന്ന ഒരു കാര്യം പറയാം. നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രത്യേകത എല്ലാം ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പോക്കാണ്. ഇത് ജനങ്ങൾക്ക് സത്യം മനസ്സിലായാൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പത്രസമ്മേളനം കണ്ട ആൾ അതേ ഉദ്ദേശിച്ച് എന്താണെന്ന് പോലും ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അതുമാകാം ഇതുമാകാൻ നില എന്നെ കൊണ്ട് അത് പറ്റില്ല. ഞാൻ ഒരു സ്റ്റാൻഡുണ്ട് എനിക്ക്, ആ സ്റ്റാൻഡ് ഞാൻ പറയും. ജയ തോയിലുണ്ടായിരുന്നു, രാഷ്ട്രീയത്തിൽ വിജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്യും. ഇത് രണ്ടും നേരിടാനുള്ള ഒരു ആർജവം കാണിക്കണം. ഞാൻ ആ ആർജവം വേണം നിർബന്ധത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 2021 തോക്കുന്നത്. 80 ജയിച്ച ആളാണ് മനസ്സിലാക്കുക. 80 മുതൽ ആളുടെ ചെറുപ്പം ഞാൻ ജയിക്കാമായിരുന്നു. എനിക്ക് ഒരു ക്ഷമാപണം മതിയായിരുന്നു. കാരണം എനിക്ക് ക്ഷമാപണം നടത്താൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ ആത്മാർത്ഥമായിട്ട് പറയും, പിന്നെ ഇങ്ങനെ ക്ഷമാപണം പറയുന്നു. അതാണ് പ്രശ്നം.
അതായത് ഈരാറ്റുപേട്ടയിൽ വെച്ചിട്ട് SDPM-ആയിട്ടുണ്ടായുള്ള അവിടെ അവർ വന്ന് കൂക്ക് വിളിക്കുകയും അതെ, അത് എന്തുകൊണ്ട് കൂക്ക് വിളിച്ചു? SDP എന്ന് പറഞ്ഞ് 2016 എനിക്ക് വേണ്ടി മരിച്ചു നടന്ന പ്രവർത്തകരാണ്. അത്രയേറെ പേഴ്സണൽ ബന്ധം എനിക്ക് അവരോടുണ്ട്. പക്ഷേ അവർ അവിടെ വാദ്യാരുടെ കാര്യം കൈവെട്ടി. ജോസഫ് അയാൾ തൊടുപുഴക്കാരനല്ല, അയാൾ പൂഞ്ഞാർന്നി ഉള്ളത് തമിഴ്നാട് പഞ്ചായത്തിൽ വാരിയാടിക്കാരനാണ്. വാരിയാനിക്കാട്. ഞാൻ അന്ന് പറഞ്ഞു നീ ഇടിയും വഴിക്കും നിർത്തണേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിൽ നിന്ന് SDP എന്ന് പോയ ആളെ മുട്ടുകാൽ വെട്ടി പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇത് നടക്കില്ല, ഞങ്ങൾ ബന്ധം വിച്ഛേദിക്കുക. അന്നേരം പറഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മുടെ മഹാരാജ് കോളേജിലെ SFIയുടെ അഭിമന്യു, ആ പയ്യൻ ഒരു പട്ടികജാതിക്കാരൻ്റെ കൊച്ചി ഇറങ്ങനാണ്, മൂന്നാറുകാരൻ. അവനെ ഒരു കാര്യമില്ല കൊന്നുകളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബന്ധം വേണ്ടെന്ന്. അല്ലാതെ എനിക്ക് SDP-യോട് വിരോധമല്ല, അവരുടെ ആ പ്രവർത്തന പരിപാടികളുള്ള തർക്കമാണ് എനിക്ക് അവരുള്ളത്. അല്ല SDP രാഷ്ട്രീയ പോട്ടെന്ന്. പക്ഷെ അതൊരു കംപ്ലീറ്റ് മുസ്ലിംസിനെതിരെയുള്ള ഒരു വികാരമായി മാറുകയും താങ്കൾക്കെതിരെ ഒരു ശക്തമായ ഒരു വികാരം ഉണ്ടാവുകയും താങ്കൾ ഇലക്ഷനിൽ തോൽക്കുകയും ചെയ്തല്ലോ. അതെ, പറയാം. അതാണ് എന്താ പറയുക, ഈ PCOറിനെതിരെ പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിക്കെതിരെയാകുന്നത് എങ്ങനെ? PCOറിനെതിരെയാണ്, മനസ്സിലായില്ലേ? പക്ഷെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ അങ്ങനെ വിശ്വസിപ്പിച്ചു. അതായത് ഈരാറ്റുപേട്ട പഞ്ചായത്തിൽ ഇപ്പം മുനിസിപ്പാലിറ്റിയാണ്, അത് ഞാനാക്കിയതെന്ന് ഓർക്കണം. 90 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മുടക്കിയ ഒരു റോഡ് MLA ഫണ്ട് കൊടുത്തിട്ട് റോഡ് ടാർ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഞാൻ ഉദ്ഘാടനം പോലും നടത്തിയിട്ടില്ല. ആ റോഡിലൂടെ ഞാൻ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോഴാണ് പുറകെ നടന്നിങ്ങനെ കൂയിക്കൊണ്ട് വരിക. 2 ചിത്രമാക്കി എൻ്റെ സ്വഭാവത്തിൽ ചീത്ത പറഞ്ഞ് ഞാനല്ല അവൻ രണ്ടും പറഞ്ഞത് പഠിപ്പിച്ചുകൂടെന്ന് ഞാൻ ഓർത്തത്. കാരണന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറൊന്നും പറയുന്നില്ല, മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ നീ വോട്ട് ചെയ്താൽ മതി, മനസ്സിലായില്ല? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ അവകാശമില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. മനസ്സിലായോ? എൻ്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്ത, മനസ്സിലായോ? വർത്താനം പറയുന്നു, എന്നെയാ പേടിപ്പിക്കുന്നത്. ഞാൻ ഈരാറ്റുപേട്ട ജനിച്ചു വളർന്നവനാടാ. ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും, മനസ്സിലായോ? നീ എന്താ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ലേ ഞാൻ? ആര് പോയാൽ ഓടുന്നവനല്ലേ ഞാൻ? ഇതിന് മുമ്പ് കൂടിയിട്ടുണ്ട്, മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും, മനസ്സിലാക്കിയോ? പിന്നെ വർത്താനം പറയും, ഓടാവുന്നു. നീ ആരെ പേടിപ്പിക്കാൻ വേണ്ടി വർത്താനം പറയും. അപ്പോ നല്ലവരായി നിങ്ങൾ സന്മനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇല്ലെങ്കിൽ നിങ്ങളെ വോട്ട് എനിക്ക് വേണ്ട പറഞ്ഞു. പരസ്യമായി ഒരു മോബിന്റെ മുന്നിലാണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പറയാതിരിക്കാൻ പറ്റുമോ? മോബിന് മുന്നിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നിന്റെ വോട്ടേ വേണ്ട, പ്രശ്നം തീർന്നല്ലോ. നീ എന്തിനെ കൂന്നു മാന്യത കാണിക്കുന്നു? നിന്റെ വോട്ട് വേണ്ട, അത് പറയാതിരിക്കാൻ പറ്റുമോ? പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ഒരു സംശയം, അവനോട് അങ്ങനെ വോട്ട് വേണ്ട, കൂന്നോണ്ട് വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ മുഴുവൻ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു, ക്രിസ്ത്യാനിയുടെ വോട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ അതൊരു വികാരമായിട്ട് അവിടെ വളർന്നു വരികയും താങ്കൾ മുസ്ലിംസിനെതിരാണെന്നുള്ള ചിന്താഗതി ഡെവലപ്പ് ചെയ്യുകയും താങ്കൾക്ക് അവിടെ പരാജയം വന്നു. കാരണം അതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഇവർ ഈ മുസ്ലിം ഭാഗം കംപ്ലീറ്റ് താങ്കളുടെ കൂടെയായിരുന്നു. 27,000 വോട്ടിന്റെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സത്യം പറയാം. മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ള വോട്ട് 25,000-ന് മുകളിൽ, 26,000 10% വോട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും ഈ മുസ്ലിം സമുദായം, ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. ഈരാറ്റുപേട്ടക്കാരെന്ന് പറയുമ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി, ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റിക്കകത്ത് 40,000 പോപ്പുലേഷനുള്ളത് 32,500 മുസ്ലിമാണ്. ബാക്കിയാണ് ഹിന്ദു ക്രിസ്ത്യാനികളുള്ളത്, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇവരോട് നല്ല ബന്ധത്തിലാണ്. നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാത്തവരും ഞാൻ ജയിക്കണമെന്നാണ് പറയുന്നത്. രാഷ്ട്രീയം വെച്ച് വോട്ട് ചെയ്യില്ല, പക്ഷേ PCOർ ജയിക്കണമെന്ന് പറയും. അങ്ങനെ ഒരു സംസ്കാരം അവിടെ നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ എപ്പോഴും എവിടെ ചെന്ന് പറയുമ്പോഴും നിയമസഭയിൽ പറയുമ്പോഴും ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. അത് എൻ്റെ നാടിനെ പറ്റി എനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ അരുവത്രക്കാരനാണ്, അതും പറയാറ്. അരുവത്ര ഇടവക്കാരനായിരുന്നു. അത് എപ്പോഴും പറയും, എനിക്ക് അഭിമാനമുണ്ട്, അരുവത്ര ഇടവപ്പള്ളിയിൽ പെട്ട ആളായ അത് പറയും. എന്നതുപോലെ നിൽക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് ഈരാറ്റോട്ട് വോട്ട് മുഴുവൻ ജനം വിചാരിച്ച് ഈരാറ്റിലെ മുഴുവൻ എനിക്കാന്ന് അറിയാമോ? 2011 ഞാൻ ജയിക്കുമ്പോൾ, 2011 ഇലക്ഷനിൽ ഞാൻ ജയിക്കുക, അന്ന് എൻ്റെ ഭൂരിപക്ഷം എത്ര അന്ന് ഈരാറ്റോട് 270. വെറും 270. 1980 ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ ഭൂരിപക്ഷം 1600-നടുത്താണ്.
ഞാൻ 2011 എന്ത് ഈരാറ്റുപേട്ട ചെയ്യാവുന്ന മുഴുവൻ ചെയ്തെന്ന് ഓർത്തോണം. ഈരാറ്റുപേട്ടയിലെ ബസ് സ്റ്റാൻഡ് KSRTC, ഈരാറ്റുപേട്ട വില്ലേജ് ഓഫീസ് പോലും ഞാൻ ഉണ്ടാക്കി, വില്ലേജ് ഉണ്ടാക്കിയത് ഞാൻ, ട്രഷറി, ഫയർ സ്റ്റേഷൻ, 110 kV സബ് സ്റ്റേഷൻ, ബംഗാട് വസ്കാസ് മജിസ്ട്രേറ്റ് കോടതി, ഇത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാണ്. അത്രയും ഉണ്ടാക്കിയിട്ട് എൻ്റെ ഇതാണ് ഈരാറ്റുപേട്ട അനുഭവം. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആ ഇലക്ഷനിൽ താങ്കൾക്ക് വിജയിക്കുന്നുള്ളൊരിത് മാറിയത് ഈ പ്രശ്നമല്ലേ? താങ്കൾ ആ തൻ്റെ അടുത്തുള്ള നട്ടലോട് കൂടിയിട്ട് എനിക്ക് നിങ്ങളെ വോട്ട് വേണ്ട എന്ന് പറയുന്ന, മുസ്ലിമിൻ്റെ വോട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നത് ഇവരാണല്ലോ കൂക്ക് വിളിക്കുന്നത്. കൂക്ക് വിളിക്കുന്ന വോട്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞു. അതിനെതിരെ മുസ്ലിങ്ങളെല്ലാം കൂടെ ചൂടാകേണ്ട കാര്യം? അത് ബുദ്ധിപരമായൊരു പറഞ്ഞു തരാൻ രസം എന്താ വെച്ചാൽ, ഒളിച്ചു വെക്കാതെ പറയാം. എൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി, അയാൾ ഒരു കൈക്കൂലി വാങ്ങിച്ച് പ്രശ്നം ഉണ്ടായപ്പം ഞാൻ രൂപ തിരിച്ചു കൊടുപ്പിച്ചു. അവനെ എൻ്റെ കൂടെ നിന്ന് മാറ്റി, എൻ്റെ ബന്ധം വേണ്ടെന്ന് വെച്ച് ഞാൻ. അവൻ അവിടുത്തെ വലിയ ഔലിയായിട്ട് കിടക്കുക. അവൻ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് അവൻ്റെ പ്രചരണം. പിന്നെ വേറൊന്ന് ഒരു മൗലവിയുണ്ട്, പേര് പറയുന്നില്ല. ആ മൗലവിയുടെ 4 മോശമായ കേസ് ഞാൻ തീർത്തു കൊടുത്തു. 4ാമത്തെ കേസ് ഞാൻ മൗലിയോട് പറഞ്ഞു, ഇനി മൗലിയാന്ന് ഞാൻ നോക്കാൻ മര്യാദ പഠിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പ്രവൃത്തി വിരുദ്ധ ഇതുമായിട്ട് ഞാൻ പറയുന്നത് മര്യാദയാണല്ലോ. അത് ഈരാറ്റുപേട്ടയ്ക്ക് അപമാനം. എനിക്ക് പറയാൻ കൂടുതലും ഞാൻ പറഞ്ഞില്ല. ഇവന്മാർ രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് മുഴുവൻ പള്ളിയിലും എനിക്ക് ഈരായിട്ട് പ്രസവിച്ചു. മുസ്ലിം പള്ളികളിൽ ഞാൻ എൻ്റെ മര്യാദ കൊണ്ടല്ലേ ആ പ്രസംഗിച്ചെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ മൗലിമാരെല്ലാം വെള്ളത്തിൽ പോകും. കടുവാമൊഴി ബ്രവിഞ്ഞ് മൗലിയുണ്ട്, അദ്ദേഹം മാത്രം ഇങ്ങനെ കള്ളത്തരം എൻ്റെ പള്ളി വേണ്ടെന്ന് പറഞ്ഞു. പുള്ളി ചെയ്തില്ല, മനസ്സിലായില്ലേ? പ്രൈവറ്റ് മൗലവി ബാക്കി എല്ലാ പള്ളികളും പ്രസംഗിച്ചു. ഞാനത് വെച്ച് ഈരാറ്റോട് സ്റ്റേഷനിൽ ഒരു മൊഴി കൊടുത്താൽ ഇവരെല്ലാം രാജ്യദ്രോഹ കുറ്റത്തിന് കേസ് പ്രതിയാണ്. ചെയ്തില്ലല്ലോ. എനിക്ക് വൈരാഗ്യമില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാത്തത്. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ഒക്കെ മാറ്റി എന്നെ തകർത്തത്. 12,000 വോട്ടാകെ മുസ്ലിം കമ്മ്യൂണിറ്റി. അത് ഈരാറ്റുപേട്ട മാത്രമല്ല, ഈരാറ്റുപേട്ട, എരുമേലി, മുണ്ടക്കയം, പാറത്തോട് ഇടക്കൊന്ന് ഉൾപ്പെടെ ഉള്ളതാണ്. ഈ ഇടക്കൊന്ന് ആക്കി മാറ്റുന്നത് ഞാൻ. എന്നിട്ടാണ് ഇത് കൂടി ചെയ്യുന്നത്. ഇവിടെ ഒരു പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 70% വോട്ട് അവിടെ ഹിന്ദുക്കളേതാണ്. ഇവിടെ ഒരു പോളറൈസേഷൻ. ഹിന്ദു 60%. ഓക്കെ, 18% ക്രിസ്ത്യൻസ് ആണ്. 18 അല്ല, അതിൽ കൂടുതലുണ്ട്. ക്രിസ്ത്യാനിയിൽ 18 അല്ല, ക്രിസ്ത്യാനിയിൽ ഭൂരിപക്ഷം കത്തോലിക്കരാണ്. ആണോ? അല്ല, എന്നാലും 10% മുസ്ലിംസ് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല, 2 ഒരു 14% കൂടി. 14% വരും. ഒരു 18-20% മറ്റവരും കൂട്ടാം, ഈ ക്രിസ്ത്യൻസും കൂട്ടാം. ടോട്ടലോ? ക്രിസ്ത്യൻസ് മാത്രം അല്ല, അതിൽ കൂടെ ഉണ്ട്. 60% ഉണ്ട് ക്രിസ്ത്യാനി. 60% അവിടുത്തെ പോപ്പുലേഷനിൽ ക്രിസ്ത്യാനികളാണ്. ഹിന്ദുസ് അന്നേരം ഹിന്ദുസ് ഒരു മുസ്ലിമിന് 14 പോയിട്ട് 60-74 പോയിട്ട് 30% മൈനോറിറ്റിയാണ് അവിടെ. ഓ, അത് ശരി. എന്നിട്ട് കേക്ക് അത് രസം. ഈ കഴിഞ്ഞ നേരം ഹിന്ദു കമ്മ്യൂണിറ്റി എൺമളൊക്കെയായിട്ട് എനിക്ക് വോട്ട് ചെയ്തു. പിന്നെ എന്ത് പറ്റി? ക്രിസ്ത്യാനി വോട്ട് ചെയ്തില്ല. ക്രിസ്ത്യാനി 3 സ്ഥാനാർത്ഥി ക്രിസ്ത്യാനികൾ, അത് 3ആയിട്ട് വിധിച്ചു കൊടുത്തു. എന്നാൽ മുസ്ലിം എതിർക്കുന്നു മനഃപൂർവ്വം. പക്ഷെ ഇതിലുപരിയായിട്ട് താങ്കൾ വർഷങ്ങളായിട്ട് പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും ഇല്ലാതെ ഏത് പ്രശ്നങ്ങളെയും കൂടെ നിൽക്കുന്ന താങ്കൾക്ക് എന്തുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാതിരുന്നത്? ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം PC ജോർജിനെ പൂഞ്ഞാറ് തോൽപ്പിക്കാൻ പറ്റുമോ? എനിക്കും കണ്ടെത്താൻ പറ്റാത്ത ചോദ്യത്തിന് ഉത്തരവാദം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്താ, ഒരു കാര്യമില്ല. ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരുത്തനങ്ങനെ കണ്ടമാനമായാലും ഇനി ഒന്ന് മാറട്ടെ, ആ ചിന്തയാണ്. ഫിഷർ എത്ര ആളായാലും ഒന്ന് മാറിക്കോട്ടെന്ന്. 87 ഇങ്ങനെ എനിക്ക് ചെയ്തതാണ്, മാറട്ടെന്ന്. ഞാൻ മാറി, ഇനി നിൽക്കുന്നില്ല, നമ്മൾ വീട്ടിൽ പോയി. 87 മാറി 91 ലക്ഷം വന്നു, ഞാൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. 95 ലക്ഷം വന്നു. 96 ലക്ഷം വന്നു. ഞാൻ നിൽക്കുന്ന വഴിക്ക് പോയവനാണ്. വീട്ടിൽ വന്ന് വീട്ടിലെ കസേര വരെ അടിച്ച് തകർത്ത് എന്നെ നിർത്തി എത്തിയിട്ട് നിർബന്ധം പറഞ്ഞ് എന്നെ പിടിച്ച് നിർത്തി. അത് ക്രിസ്ത്യാനിയുടെ സ്വഭാവമാണ്. അന്ന് 10,000 വോട്ടിന് ജയിച്ചു 2011. മനസ്സിലായില്ലേ? ഈ തോപ്പിച്ചന്മാരെ തന്നെയാണ് ജയിപ്പിക്കുന്നത്. അതായത് ഈരാറ്റുപേട്ടയിലെ പരാജയത്തിന്, ഈ പൂഞ്ഞാറിലെ പരാജയത്തിന് കാരണം താങ്കൾ വെട്ടിത്തുറന്ന് പബ്ലിക്കിന്റെ മുന്നിൽ മൈക്ക് ഉപയോഗിച്ച് പറഞ്ഞതാണല്ലോ പ്രശ്നം. താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ തൻ്റെ ഇടം? എവിടെ നിന്നാണ്? നന്ദകുമാർ, അത് പറയാതെ ആനിനായിട്ട് എങ്ങനെ നടക്കുന്നത്? എനിക്ക് എപ്പോഴും ഉള്ളത് പറഞ്ഞിട്ടുള്ള പിന്തുണ മതി, ഇനിയും മതി. ഇനിയാണ് ഞാൻ ഉള്ളത് പറയും, സൗകര്യമുള്ള നോട്ട് ചെയ്താൽ മതി. അല്ലാതെ
നീയൊക്കെ പറയുന്നതനുസരിച്ച് തുള്ളിക്കോളാമെന്ന് വോട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പൊളിറ്റിക്സിലേക്ക് എങ്ങനെയാണ് വന്നത്? അത് വലിയ രസമാണ് രാഷ്ട്രീയം. അത് പറയുമ്പോൾ നന്ദുമാറിന് വിവരം മനസ്സിലാവും. അതായത് ഞാൻ ഒരിക്കലും ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ MLA ഒന്നും ആകാൻ ആഗ്രഹിച്ചിരുന്നില്ല. മന്ത്രിയും ആകാൻ ഇപ്പോഴും ഇല്ല. ഇതുവരെ മന്ത്രി ആയിട്ടില്ല. മന്ത്രിയായിരുന്നു ഇത്ര കൊല്ലം MLA ആരെങ്കിലും ഉണ്ട് മന്ത്രിയാകാത്ത? ഞാനില്ല. 2006 VS അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുള്ളൂ. അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുന്നു. ജയിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറി ഷാജഹാൻ അജീത് പ്രൈവറ്റ് സെക്രട്ടറി PC ഞാൻ ചെന്ന ഷാജഹാനെ VSന്റെ കൂടെ ക്യാബിനറ്റിൽ കാണും. ഞാൻ അത് VSന്റെ കാണുന്ന ഷാജഹാനാണെന്ന് വെച്ചിരിക്കും. ഞാൻ അത് ഉറപ്പല്ലേ? ഞാൻ അല്ല, ഞാനില്ല. ഷാജഹാനോട് പറഞ്ഞു. ഷാജഹാൻ പോയി VSനോട് പറഞ്ഞു. രാവിലെ VS എന്നെ വിളിച്ചു. താൻ എൻ്റെ കൂടത്തിൽ കാണണം. ഞാൻ പറഞ്ഞു VS സഖാവിനോട് ക്ഷമിക്കണം, ഞാൻ കാണുകയില്ല. അതെന്തുകൊണ്ട് അങ്ങനെ തീരുമാനം? പറയാം. ഞാൻ വേണം എന്ന് തീരുമാനിച്ച് VS ഉറച്ച നിലപാടാണ്. വഴക്കുണ്ടാവും. പിണറായി ഒരു കാരണവശാലും അത് അമ്മയ്ക്കില്ല. പാർട്ടി സെക്രട്ടറിയിൽ അടിയുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ കാരണം അതുപോലും ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? പാർട്ടി സെക്രട്ടറിയിൽ അടിയുണ്ടാവരുത് നിർബന്ധം എനിക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചെയ്ത് 100% ബോധ്യമായിരുന്നിരിക്കും. അതിന് കാരണം 2011 ഇലക്ഷൻ നടക്കുമ്പോൾ എന്നെ സ്ഥാനാർത്ഥിയാക്കേണ്ടെന്ന് തീരുമാനിച്ചതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ തീരുമാനിച്ച സമയത്ത് LDFിൻ്റെ തന്നെ ഒരു സജീവ DYFയുടെ പ്രവർത്തകൻ ഈരാറ്റുപേട്ട വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ കുഴപ്പമുണ്ടെന്ന്. അതുകൊണ്ട് ആ ബാലൻ സഖാവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം, AK ബാലൻ. ഞാൻ നേരെ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ എന്തിനും AK ബാലനെ വിളിച്ചു. MLA കോട്ടേഷൻ ഒന്ന് AK ബാലനുണ്ട്. ഞാൻ ബാല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, കാണാമെന്ന് കാണണോ? ഞാൻ ഇവിടെ വീസി ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ബാലൻ്റെ അടുത്ത് നിന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ ബാലൻ പറഞ്ഞു 2006 ഒരു സംശയം വേണ്ട PC മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു സംശയം വേണ്ട, അതൊരു തർക്കമുണ്ടാകാൻ സാധ്യതയില്ല എന്ന്. എന്നിട്ട് അന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് വെച്ച് ചർച്ച ചെയ്തപ്പോൾ PC ഒന്നെ ആക്കാതിരിക്കാൻ പലരും ചാടിയേറ്റെങ്കിലും ബാലനുൾപ്പെടെയുള്ള സ്ട്രോങ് സ്റ്റാൻഡ് വന്നു. അങ്ങനെ ഞാൻ സ്ഥാനാർത്ഥിയായി. എനിക്കതറിയാമായിരുന്നു. ആ നിലയ്ക്ക് ഞാനിപ്പോൾ മന്ത്രിയാകുമ്പോഴെന്ന് പറഞ്ഞാൽ എന്തൊരു വഴക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്കകത്ത് ഞാനായിട്ട്, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ പിണറായിസോ അല്ല, ഇപ്പോഴത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിസോ അല്ലാതെ കമ്മ്യൂണിസ്റ്റ്